കുറിച്ച് തീക്ഷ്ണമായ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന കാലത്ത് ഒരു 2.5 കൊല്ലം മുമ്പ് കിട്ടിയ വചനമാണത്. കാര്യം ഈ പ്രപഞ്ച പ്രകൃതി നമുക്കറിയാം. ഇപ്പോഴേ ആമസോൺ വനങ്ങളെക്കുറിച്ച് അത് കത്തി എരിഞ്ഞില്ലേ കഴിഞ്ഞ 2 മാസം മുമ്പ്. കുറേ ആയിരക്കണക്കിന് ഏക്കർ മരങ്ങൾ കത്തിപ്പോയായിരുന്നു. അപ്പോഴും മാർപ്പാപ്പ അതിനെക്കുറിച്ച് സങ്കടത്തോടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞ് ആമസോൺ വനങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് പറഞ്ഞ് നമുക്ക് ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? മരങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് മരങ്ങളെടുത്തിട്ട് മരങ്ങൾ നമുക്കതിനെ ഓക്സിജനായിട്ട് തരും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ശ്വസിച്ച് നിലനിന്ന് പോണത്. അപ്പോഴേ അത്രയും മരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ബ്രസീലിയൻ സർക്കാർ കാർഷിക ആവശ്യത്തിന് വേണ്ടി വാട്ടർ ബെൽറ്റും ഫയർ ബെൽറ്റൊക്കെ ഉണ്ടാക്കി വളരെ സുരക്ഷിതമായിട്ടാണ് കൃഷിഭൂമിക്ക് വേണ്ടി കാടിന് തീയിട്ടതാണ് അവർ. മനുഷ്യൻ തന്നെ കാടിന് തീയിട്ട് അവൻ്റെ ശ്വാസകോശത്തെ പുകയേറ്റ് ശ്വാസം മുട്ടലാണ് നിലനിൽപ്പിന് വേണ്ടി ജീവജാലങ്ങൾ മൊത്തത്തിൽ ലോകത്തനുഭവിക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ആമസോൺ സിനഡ് നടക്കുന്നത്. 2 കാര്യങ്ങളാണ്. വൈദിക ദാരിദ്ര്യം സഭയെ ശരിക്കും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് കേരളത്തിൽ അത് വിഷയമല്ലെങ്കിലും മറ്റ് ഭൂഖണ്ഡങ്ങളിലൊക്കെ അഭിഷിക്തരുടെ കുറവുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് പരിശുദ്ധാത്മാവിലെ പിതാക്കന്മാർ സുനകദോസിലൂടെ പ്രാർത്ഥിച്ചും ചർച്ച ചെയ്തു. സഭയുടെ പാരമ്പര്യത്തിന് വിശുദ്ധിക്കും കളങ്കമില്ലാത്ത ശക്തിയുടെ പുതിയ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കിപ്പാർക്കുന്നത്. കൃപാസനത്തിൽ 2004 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച, 2ാം ശനിയാഴ്ച. അപ്പോൾ ഒരു കുഞ്ഞ് സുഖപ്പെട്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ സാക്ഷ്യം നൽകിയത് കടുത്ത രോഗത്തിലും മരണവക്രത്തിലുള്ള കുഞ്ഞിനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു സിൽവർ ഷോൾ, ഒരു ചാരനിറത്തിലുള്ള സിൽവർ ഗ്രേയിലുള്ള ഒരു ഷോള് കുഞ്ഞിനെ ഇങ്ങനെ തഴുകിപ്പോയെന്നാണ്. ഇത് ഞാൻ എൻ്റെ ഇടവക ഇരുന്ന് ലൈവായിട്ടിത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സിൽവർ ഷോള് എന്ന് പറഞ്ഞ ആരാണത്? കൃപാസന അമ്മയാണ്. പക്ഷേ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത ബ്രദറിനത് ലിങ്ക് പോയായിരുന്നു. എൻ്റെ ഈ സാക്ഷിയൊക്കെ പറയാൻ നിൽക്കുന്നവരെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാര്യം അതൊരു ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ ദൈവശുശ്രൂഷയാണ്. കാര്യം കൃപാസനത്തിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടിയുമായിട്ടോ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടാണത് സംഭവിക്കുന്നത്. ഉടമ്പടിയുമായിട്ട് സംഭവിക്കുന്നത് സ്പീഡാണ്, ഭയങ്കര പെട്ടെന്ന് സ്പീഡായിട്ട് വരുന്ന പല കാര്യങ്ങളും ഉടമ്പടിയുടെ സമയത്തെ ചുരുക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടപെടലാണ്. അത് പക്ഷേ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സാക്ഷ്യം പറയുന്നവർക്ക് കഴിയണം. അതിന് പ്രത്യേക അഭിഷേകം വേണം. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു വല്യമ്മ കയറി വന്നില്ലേ, അനീറ്റ തോമസ് എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് അനീറ്റ തോമസ് അല്ല കയറി വരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സിസ്റ്ററിനത് മനസ്സിലായില്ലേ. അവരെ വന്ന് ഞാനൊക്കെ പറഞ്ഞിട്ട് പോയി. കുരിശിൻ്റെ വഴിയാ. അതൊന്നും കൃപാസന സാക്ഷ്യങ്ങളെ അല്ല ശരിക്കും. അതായത് കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ അനീറ്റ തോമസ് പിന്നെയാണ് വന്നത്, കയറിയിട്ടുണ്ട് അല്ലേ? കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ
അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സമയത്തിൻ്റെ സ്വാധീനം, ഇത് രണ്ടുമാണ് ഇതിൻ്റെ മൗലിക സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷ്യം പറയുന്ന എല്ലാവരെയും അവർക്ക് അതിനാവശ്യമായൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, സാക്ഷ്യം പറയുന്ന മക്കള്, പറയിപ്പിക്കുന്ന അങ്ങേ ദാസര് എല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മേ, ഉടനടി വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും അതേ സമയത്ത് തന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ സന്ദർഭത്തിൽ അമ്മയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതിച്ചു കരങ്ങൾ വീശി ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരുന്നു. ഇപ്പം പലരുടെയും സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമോ സാന്നിധ്യത്തിൻ്റെ അടയാളമോ വ്യക്തമാണ്. ഒന്നെങ്കിൽ അമ്മയുടെ തനി സാന്നിധ്യം. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അമ്മയെ രാത്രി സ്വപ്നം കണ്ടുവന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ. പെട്ടെന്ന് അവിടെ സാക്ഷ്യം എന്താണ് അവർ പറയണത്? അവർ അമ്മയെ സ്വപ്നം കണ്ട ഉടനെ അവരെഴുന്നേറ്റിട്ട് സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടല്ലേ. ചോദിക്കുമ്പോൾ ദൈവം പറയും, മനസ്സിൽ പരിശുദ്ധാത്മ പറയും, നീ കർത്താവിൻ്റെ വചനമെടുത്ത് പരിശോധിക്കാൻ പറയും. ഉടനെ സംഖ്യ 8:89 എന്തോ ഒരു വചനം എടുത്തവരെ എടുത്ത് നോക്കുമ്പോൾ എന്താ പറഞ്ഞത്? വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിൻ്റെ കെറൂബുകൾക്ക് ഉള്ളിലെ കൃപാസനത്തിലൂടെ ദൈവം മോശയോട് സംസാരിച്ചു വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദാന പേടകം അമ്മയാണ്. ചില കോണ്ടസ്റ്റിൽ അത് ഈശോയുമായി മാറും. രണ്ടും ശരിയാ. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ആ വാഗ്ദാന പേടത്തിൻ്റെ മുകളിലുള്ള കെറൂബുകളുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതിനാണ് കൃപാസനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ കൃപാസനത്തിലൂടെയാണ് ജനത്തിനോട് ദൈവം സംസാരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിലെ സംഖ്യാവചനങ്ങളിലുള്ളത്. അപ്പോൾ ഈ മകളോട് എന്താ പറഞ്ഞത്? അമ്മമാതാവിന് സ്വപ്നം കാണിച്ചിട്ട് ദൈവമാണ് അവളോട് സംസാരിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഖ്യാപുസ്തകത്തിൻ്റെ 7:89 വചനത്തിൻ്റെ അഭിഷേകം കർത്താവേ, കെരൂബുകൾക്കിടയിൽ കർത്താവേ ദൈവം മോശയോട് സംസാരിച്ചു. കൃപാസനത്തിന്റെ ദൈവിക സാന്നിധ്യം പറയുന്നു. കരമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പറഞ്ഞാൽ 2 മാസം ഉടമ്പടിയും മുടങ്ങിപ്പോയച്ചാന്ന് പറയും. നമ്മൾ എന്നാ പറ്റി? എൻ്റെ അപ്പം മരിച്ചു പോയച്ചാ, അപ്പനുമായിട്ട് ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മകൾ വിഷമിക്കേണ്ട, മകൾ മുമ്പോട്ടേ പോകാവൂ, പുറകോട്ട് പോരരുത്. അടുത്ത പ്രാർത്ഥന കൂടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകണം. ഒരിക്കലും പുറകോട്ട് പോകരുത്. ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താ? നിങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ചീട്ട് നോക്കിയിട്ടാണ് ഞങ്ങളത് പുതുക്കി തന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസം മുടങ്ങിയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഏപ്രിൽ കഴിഞ്ഞിട്ട് വരുന്ന മെയ് മാസത്തെ കാർഡ് എടുത്തിട്ട് ആ എണ്ണം നോക്കിയിട്ട് ഞങ്ങൾ 3 കാർഡുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസത്തേക്ക് മക്കൾക്കത് പുതുക്കി തരും. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, പുറകോട്ട് പോകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളമടി നിർത്തിയ ആൾക്കാരുണ്ടാകും, ഇല്ലേ? മദ്യപാനം നിർത്തിയ ആൾക്കാരുണ്ടാകും. അസൂയ, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അങ്ങനെയുള്ള ലോകാരൂപി ജഡാരൂപിയുടെ പ്രകൃതിയോട്
പൂർണ്ണമായും പിന്തിരിഞ്ഞവരുണ്ടാവും ഉടമ്പടിയിലൂടെ, അല്ലേ? വീണ്ടും നിങ്ങൾ മുമ്പോട്ട് പോകാവൂ, പുറകോട്ട് പോകരുത്. പുറകിലുള്ള എന്താ, ഇടയ്ക്കൊക്കെ ഇറച്ചിച്ചട്ടിയുടെ മണം വരുവേ. പുറപ്പാട് പുസ്തകത്തിലൊരു മണമാണത്, പ്രലോഭനത്തിൻ്റെ ഒരു മണമാണ് ഇറച്ചിച്ചട്ടിയുടെ മണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് വാഗ്ദാന നാട്ടിലല്ല ഇരിക്കണത്, ഈജിപ്തിലാണ്. ഇറച്ചിച്ചട്ടിയുടെ മണം വരുമ്പോൾ ഓർക്കുക, അത് വാഗ്ദാന നാട്ടിൽ നിന്ന് വന്ന മണമല്ല, അത് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന മണമാണ്. കൈയിടിച്ച് കർത്താൻ ശ്രദ്ധിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 16:3 മോശയോട് ഇടിവെക്കണേ എന്തിനാ? ഞങ്ങളെ പട്ടിണിയാണ്, ഞങ്ങളിവിടെ ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിൻ്റെ അപ്പുറവും ഇപ്പോൾ ഇരുന്നുകൊണ്ട് ആവോളം തിന്ന് വിശപ്പിടയ്ക്ക് കാലം ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെടണം എന്നാണ് മോസസിനോട് പറഞ്ഞത്. ഇപ്പം ഈ പുറപ്പാട് യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കും. ഇപ്പം നീ വ്യഭിചാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചിച്ചട്ടിയുടെ മണം ഇടയ്ക്കൊക്കെ വരും, തിരിച്ചു പോയാലോ എന്ന് ഓർക്കും. അപ്പോൾ ഈ നമ്മുടെ പുറപ്പാട് 16:3 ഈ പ്രലോഭനത്തിൻ്റെ പുറപ്പാട് ഗന്ധമില്ലേ? അപ്പോൾ എപ്പോഴും നോക്കണം, അത് വാഗ്ദാന നാട്ടിൽ നിന്നല്ല ഉള്ളത്, വിട്ടുപോകുന്ന പാപത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് ആ മണം വരുന്നത്. അപ്പോൾ നിനക്ക് പുറകോട്ട് പോകാൻ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ മുമ്പോട്ട് പോകുന്നതിന് ഇത്രയും വിലയുള്ളത്. പ്രൈസ് ദി ലോർഡ്. എബ്രാഹാം എന്താണ് ഉടമ്പടി ചെയ്യണത്? എബ്രാഹാം താൻ വയസ്സായ കാലമാകുമ്പോൾ തൻ്റെ ഭൃത്യനെ വിളിച്ചിട്ട് അവൻ്റെ കൈ തോടയുടെ അടിയിൽ വെക്കും, അല്ലേ? എന്നിട്ട് എന്നാ പറയണത്? കർത്താവ് സാക്ഷി, ഞാനും നീയും തമ്മിലൊരു ഉടമ്പടിയാണ്. എന്താ? നീ എൻ്റെ മകൻ ഇസഹാക്കിന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം. കർത്താവ് നിനക്കത് ഏൽപ്പിച്ചു തരും, അവളെ കാണിച്ചു തരും. അപ്പം എപ്പോഴും നമ്മൾ കർത്താവിന് പണ്ട് മുതലേ ഉള്ള ഒരു ജോലിയാണ് എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കാണിച്ചു തരിക. അപ്പം എന്നിട്ടിപ്പം മനസ്സ് വിചാരിക്കാൻ പല പല ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങ് പറഞ്ഞ പോലെ ആ പെൺകുട്ടി എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ എബ്രാഹാം പറയും, കർത്താവ് സാക്ഷി, അവൾ നിൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ നീ ഈ ഉടമ്പടിയിൽ നിന്ന് റിലീവ്ഡാണ്, വിമുക്തനാണ്. പക്ഷേ എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത്, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക്. ആ നിർദ്ദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. ഗ്രഹാരാധകരുടെയും സത്യദൈവ വിശ്വാസമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ദൈവത്തെ തേടി പുറപ്പെട്ടത്. എൻ്റെ മകൻ കെട്ടിയാലും കുഴപ്പമില്ല, നീ വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകരുത്. കൈയിട്ടിച്ച് കർത്താൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ വലിയ പ്രബോധനം കർത്താവേ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് ജീവിത സാഹചര്യത്തിലും മുന്നോട്ട് മാത്രം ചലിക്കാൻ കർത്താവ് ഉടമ്പടിയിൽ നൽകുന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. അവൻ്റെ പ്രതിസുത വധു നിൻ്റെ കൂടെ തിരിച്ചു പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക്. എബ്രാഹാം എവിടെ നിന്നാണ് വരുന്നത്? ഊറിൽ നിന്നാണ് വരണത്, അല്ലേ? കാനാൻ ദേശത്താണ് ഇവിടെ താമസിക്കുന്നത്. ഊറിൽ നിന്നാണ് വരണത്. ഊർ എവിടെയാണ്? ഇറാഖിലാണ്, ഇപ്പോഴത്തെ ഇറാഖിലാണ് ഊറെന്ന് പറയണത്. അവിടെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സത്യദൈവ ആരാധന ഇല്ലായിരുന്നു.
അപ്പം അതുകൊണ്ട് ആണ് പറയണത്, എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ സത്യമല്ലാത്ത പല ജീവിത രീതികൾ, പല പെരുമാറ്റ ശീലങ്ങൾ, പല സ്വഭാവശീലങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 23:8 എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത്, ദൈവപൈതല് തിരികെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ ഈ പുറപ്പാട് 23:8 പുറപ്പാടിൻ്റെ ഉൽപ്പത്തി 23:8 പുറപ്പാട് 16:3 ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയുടെ ആർത്തി പിടിപ്പിക്കുന്ന ഗന്ധവും, ഈ രണ്ട് വചനങ്ങളും നമ്മളോട് എന്താ പറയണത്? നമ്മൾ ദൈവത്തെ പ്രതി ഉപേക്ഷിച്ച് കളഞ്ഞ മ്ലേച്ഛ പാപങ്ങളിലേക്ക് ദൈവപൈതല് തിരിച്ചു പോകരുത്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉടമ്പടിയിലെ വിട്ടുപേക്ഷിച്ച മദ്യപാനങ്ങൾ, ജഡീക തിന്മകൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കുടുംബത്തിൻ്റെതായ ജലഹീനതകൾ, മാനസിക വിഷമതകൾ, കർത്താവേ, ഉടമ്പടി ചെയ്ത് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഇടയാകാത്ത വിധം ദിവ്യകാരുണ്യത്താൽ ആശീർവദിച്ചു. വിശ്വസ്തതയുടെ ഒരു അടയാളമാണ് തിരിച്ചു പോകാതിരിക്കാനുള്ള തീരുമാനം. നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥന അല്ലേ? സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പച്ചത്തിരി കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ ഓർക്കണം, കർത്താവേ തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കണമേ. കുശുമ്പ്, കുഞ്ഞായ്മ, അതുപോലെ തന്നെ അസൂയ, പരദൂഷണ, ഇങ്ങനെയുള്ള എല്ലാത്തിലെയും നമ്മൾ തിരിച്ചു പോകുന്നതാണ്, വിട്ടു പോകുന്നതാണ്. ഇനി അതിലേക്ക് തിരിച്ചു പോരാതിരിക്കാൻ, ഇപ്പം നിനക്ക് ഭൗതികമായ ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ താമസിച്ചാലും നീ പഴയതിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ അതെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്ന് നിനക്കറിയാവോ? ശരണമെന്ന പുണ്യമായിട്ടാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ മകൻ്റെ ജോലി അല്ലെ നിൻ്റെ വിവാഹം. ഇപ്പം ഇന്നൊരു സാക്ഷ്യം കണ്ടില്ലേ, 44 വയസ്സുള്ള മകൻ വിവാഹം കഴിച്ചു. അതെ, അവൻ്റെ ഭാര്യ എവിടെ നിന്ന് വന്ന്? സ്പെയിനിൽ നിന്ന് വന്നതാണ്. ദാറ്റ് മീൻസ് നിനക്ക് 44 വയസ്സായാലും ജീവിത പങ്കാളി സ്പെയിനിലായാലും കാനഡ ആയാലും കർത്താവ് പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ കെട്ടിക്കുമെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ മനസ്സിലാകണ്ടേ? അത് ഏത് സ്പെയിനിലായാലും വത്തിക്കാനിലായാലും ഫ്രാൻസിലായാലും നിനക്ക് 40 കഴിഞ്ഞ് 44 മാതാവ് വിചാരിച്ച ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് നിന്നെ കല്യാണം കഴിപ്പിക്കുക. അമ്മയുടെ ഒത്തിരിയേറെ വധുക്കളും വരന്മാരും ഉണ്ട്. നിൻ്റെ ജീവിതം അമ്മയ്ക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതാണ്. കാര്യം എന്താണെന്നറിയാവോ? വിവാഹവേളയിൽ വരനെ കാണാതിരുന്ന സംഭവമല്ല, വീഞ്ഞ് തീർന്നു പോയ സംഭവത്തിന് പോലും സമാധാനം ഉണ്ടാക്കിയ ആളാണ്. കൈയിട്ടിച്ച് കർത്താവിനെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം മരുഭൂമി യാത്രയാകുമ്പോൾ സ്വാഭാവികമായ വാഗ്ദാന നാട് അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിൽ സ്വാഭാവികമായി കുറച്ച് കഴിച്ച അനുഭവങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്ക് ഉള്ള യാത്രയാണല്ലേ. മകൻ്റെ കല്യാണമായാലും മകളുടെ കല്യാണമായാലും ജോലിയായാലും വീടായാലും കടങ്ങളുടെ പരിഹാരമായാലും അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ. അതിലിടക്കൊക്കെ ഇത്തരത്തിൽ കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതിനെ മധുരിപ്പിക്കണം. എല്ലാ കഴിച്ച അനുഭവങ്ങൾക്കും
മധുരിപ്പിക്കാൻ കഴിയും. അവർ ചെങ്കടൽ കടന്ന് മഹാത്ഭുതം കണ്ട് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ഷൂർ മരുഭൂമി വന്ന് വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ പിന്നെയും മുന്നോട്ടാണ് അവർ പോണത്. മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് വെള്ളമില്ലാതെ 2.5 മാസത്തോളം ഇങ്ങനെ വരണ. ഈ 2.5 മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ വെള്ളം കാണാതെ നല്ല ദാഹവും പരമേശ്വരവും ഉണ്ടാവും. പക്ഷെ അവസാനം അവർ വെള്ളം കണ്ടുപിടിക്കും. ആർത്തിയോടെ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ട് എന്താണത്? കയ്പ്പ്. കഴിച്ചനുഭവം ഉണ്ടാവും. ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിച്ചെന്നും വരും. കഴിച്ചനുഭവമാണതേ. കാനഡയിൽ പോകാമെന്ന്, കൊണ്ടുപോകാമെന്ന്, മാട്ടായി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിക്കും. ഈ യാത്രയിൽ കഴിച്ചനുഭവങ്ങളുണ്ടാവും. നമുക്ക് ഓഫർ ചെയ്തിരുന്ന ആൾക്കാർ, സ്ഥലം മേടിച്ച ആൾക്കാർ, സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തന്ന ആൾക്കാർ, നമ്മൾ ആ പ്രമാണം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ പ്രമാണം ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് പറയും, ഞങ്ങൾക്ക് സ്ഥലം വേണ്ട, നിങ്ങൾ വിൽക്കുമ്പോൾ ഞങ്ങൾ തന്ന കാശ് തന്നാൽ മതി എന്ന്. കഴിച്ചനുഭവമായി. അപ്പോൾ നമ്മളെല്ലാ അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ ചില കഴിച്ചനുഭവങ്ങളുണ്ടാകും. എല്ലാ കഴിച്ചനുഭവങ്ങളെയും മധുരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സാക്ഷികൾ കയറി പറഞ്ഞിട്ട് പോയത്, അല്ലേ? മോസസിനോട് പറഞ്ഞു, ഈ വെള്ളം കയ്പ്പാണ്, മാറ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കയ്പ്പെന്നർത്ഥം. വെള്ളം, ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കയ്പ്പെന്നാക്കി കളഞ്ഞു. മാറായിലെത്തിയപ്പോൾ വെള്ളം കഴിച്ചു. അപ്പോൾ ജനം പറഞ്ഞു, ഇത് കുടിക്കാൻ പറ്റണില്ല, എന്ത് കുടിക്കും ഞങ്ങളെന്ന് ചോദിച്ചു. മോസസിനോട് ചോദിച്ചത് എന്താണ്? ഞങ്ങൾ വെള്ളം കയ്പ്പായി പോയി, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചു. എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് ആരാ? കർത്താവിൻ്റെ കാലം വന്നപ്പോൾ നമ്മൾ ഇപ്പോഴേ കേൾക്കുന്ന വചനം എവിടെ നിന്നാണ് കേൾക്കണത്? പുറപ്പാട് 15:24 നിന്നാണ്. പുറപ്പാട് 15:24. ഇത് വെള്ളം കയ്പ്പാണ്, ഞങ്ങൾ എന്നാ കുടിക്കും എന്ന് ചോദിക്കും. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും എന്നൊക്കെ ചോദിക്കണത് ആരാ? അവിശ്വാസികളാണെന്നാണ് കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറഞ്ഞത്. വെള്ളം കഴിച്ചിട്ടല്ല, അവർക്ക് വിശ്വാസം കുറവാകുമ്പോൾ വെള്ളം കഴിക്കണതാ. ഇപ്പം നമ്മൾ ലൂക്ക 6:32 വായിക്കണത് എന്താണ്? എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്ന് ചോദിക്കണത് അവിശ്വാസികളാണെന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് പുറപ്പാട് ചോദിക്കണത്, അല്ലേ? 15:24. എന്തുകൊണ്ടാണ് എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത്? എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് വിശ്വാസം കുറവുള്ളവരാണ്. വെള്ളം കഴിക്കണത് ആർക്കാണ്? വിശ്വാസം കുറവുള്ളവർക്കാണ്. വെള്ളം കഴിച്ചതാണെങ്കിൽ അതിനെ മധുരിപ്പിക്കാൻ ആർക്ക് കഴിയും? വിശ്വാസിക്ക് കഴിയണം. മോസസ് ദൈവത്തോട് ചോദിക്കും, വെള്ളം കുടിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വളരെയേറെ സങ്കടപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മോസസിനോട് എന്നാ പറഞ്ഞത്? ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു, ഇല്ലേ? നമ്മൾ പുറപ്പാട് 15:24 മോസസിന് ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുക്കും. മരക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് ദൈവം എന്ത് പറയും? നീ ആ മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് കയ്പ്പ് വെള്ളത്തിലിടാൻ പറയും. ഉടനെ മോസസ് മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടുവന്ന് കയ്പ്പ് വെള്ളത്തിലിടും. ശരിക്കും പറഞ്ഞാൽ എന്താ ഇടണത്? ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അങ്ങനെ ഒരു മരം മാറായിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മഴുവെടുത്തോണ്ട് നടക്കുക, മരം കണ്ടുപിടിക്കാൻ വേണ്ടി. യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ മതം കഴിക്കും, ദൈവവിശ്വാസം കഴിക്കും. വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. പ്രഭാഷകർ എന്താ പറയണത്? മരമാണോ മധുരിപ്പിക്കണത്? അല്ല. കർത്താവേ, പ്രഭാഷണം 38:5, കർത്താവേ
അങ്ങയുടെ ശക്തിയാൽ കയ്പ് വെള്ളത്തെ അങ്ങ് മധുരിപ്പിച്ചു വന്ന് കൈ ഇടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, സഹനാനുഭവങ്ങൾ, ദുരിതാനുഭവങ്ങൾ മധുരീകരിക്കാൻ കർത്താവേ ദിവ്യ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, മധുരിക്കുന്ന അനുഭവങ്ങൾ നിറയട്ടെ. വിശ്വാസം 15:25 മാറായിലെ കയ്പ് വെള്ളത്തെ മരം വെട്ടി വീണ് ഇട്ടപ്പോൾ മധുരിപ്പിച്ചത് മരമാണോ ദൈവത്തിൻ്റെ ശക്തിയാണോ? അതാണ് പ്രഭാഷകൻ 38:5. കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ പറഞ്ഞ് കയ്പ് വെള്ളത്തെ അങ്ങ് മധുരിപ്പിച്ചു. ഇപ്പം കയ്പ് അനുഭവങ്ങളെ മധുരിപ്പിക്കണത് ആരാ? കർത്താവാണ്. നിന്നെ പറ്റിച്ച് നിൻ്റെ ഏജൻറ്റ് ചിലപ്പോൾ 5 ലക്ഷം കൊണ്ടുപോയി കഴിച്ച അനുഭവം ഉണ്ടായി. നീ വിശ്വസിച്ച ഭാര്യ, ജീവിത പങ്കാളി അല്ലെ ഭർത്താവ് നിന്നെ പറ്റിച്ചെന്ന് തന്നെ വിചാരിക്കുക, കഴിച്ച അനുഭവം ഉണ്ടായി. ദൈവവേദനെ അവനെ ഒന്നും പ്രതിയാക്കേണ്ട കാര്യമില്ല. എന്താണ്? നിൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് നിൻ്റെ കഴിച്ചനുഭവങ്ങളെ മധുരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിലാണ് നീ വിശ്വസിക്കുന്നത്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ കർത്താവെ എല്ലാം മധുരിപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കഴിച്ച ജീവിതാനുഭവത്തെ പെട്ടെന്ന് മധുരിപ്പിക്കുന്ന മാർഗമുണ്ട്. എന്താ? മനുഷ്യരാശിയോട് മുഴുവനായിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ കയ്പ് വെള്ളത്തിൽ വെട്ടിയിട്ട് മധുരിപ്പിക്കാൻ വേണ്ടി ദൈവം ചൂണ്ടിക്കാണിച്ച ഒരു മരമുണ്ട്. ഒരു മരം മാത്രമേ ഉള്ളൂ. അതേത് മരമാ? മരമാണ്. നിന്റെ രക്ഷകൻ കുരിശിൽ മരിച്ചിട്ട് മരണത്തെ ഉയർപ്പാക്കി മാറ്റിയ മരം. കൈയിടിച്ച് കിടന്നാണ്. ജീവിതം കഴിക്കുമ്പോഴേ ഒരു കുരിശിൻ്റെ കഷ്ണം വെട്ടിയിടണം അതിൻ്റെ അകത്ത്. ഭർത്താവ് കുടിക്കുമ്പോഴും ഇല്ലേ, നിന്നെ ഒരു സ്ത്രീയായിട്ട് പോലും നീ എന്നെ കരുതാത്ത ജീവിതത്തിൻ്റെ കയ്പനുഭവങ്ങളിലെ നിന്നെ കയ്പ് വെള്ളത്തിൽ വെട്ടിയിടാൻ പറ്റിയ മരമാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. ഉടനെ നീ പറയണം, വിശ്വാസി, ഈ ശക്തി ഇതിലേക്ക്. കാര്യം കുരിശ് ദൈവത്തിൻ്റെ ശക്തിയല്ലേ. കുരിശ് ദൈവത്തിൻ്റെ, സെൻറ്റ് പോളിൻ്റെ ഏറ്റവും വലിയ വചനങ്ങളിൽ ഒന്നാണ്. എന്താണ്? കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. ഇപ്പം കർത്താവ് നീ കഴിച്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് കർത്താവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് വെക്കണം. ശിശുവിനെ, ഈ കയ്പിനെ, ഈ ബലഹീനതയെ, ഈ ശക്തിക്കുറവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴേ വെട്ടിയിടുന്ന കുരിശല്ല, കർത്താവിൻ്റെ ശക്തിയാണ്. കൈ അടിച്ച് കിടത്താണ്. സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നിൻ്റെ വിശ്വാസം വിശ്വസ്തതയായി മാറുന്നു. പലപ്പോഴും വിശ്വാസം ശരണമായി മാറും, പലപ്പോഴും വിശ്വാസം വിശ്വസ്തയായി മാറും. അതെല്ലാം ഉടമ്പടിയെ ഊട്ടി ഉറപ്പിക്കും. അങ്ങനെ ഉടമ്പടി ഊട്ടി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വിശ്വസ്തനായത് കാരണം സ്വാഭാവികമായിട്ട് എന്താണ്? നിൻ്റെ ഉടമ്പടിക്ക് നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയാം. ഈ പരീക്ഷണത്തിൽ ദൈവവേദലെ നീ ജയിക്കണമെന്നാണ് ഈശോയുടെ നാമത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പ്രഭാഷകർ 29 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധാരണ നമ്മൾ നവീകരണ മേഖലയിൽ പരസ്പരം ശിരസിലാണ് കൈവെക്കുന്നത് അല്ലേ? ഉടമ്പടി പ്രകാരം കയ്യൊപ്പ് പ്രാർത്ഥന എന്താ?
കൈവെപ്പ് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അബ്രാഹാം ഭൃത്യനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ്റെ കൈ തന്നെ തുടയുടെ താഴെ വെച്ചാണ് ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രോഗമുള്ള സ്ഥലത്ത് നമ്മൾ കൈവെക്കും. നമ്മളൊക്കെ അങ്ങനെ രോഗമുള്ള സ്ഥലത്ത് കൈവെക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണത് എന്താണ്? കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയോ നീ അനുസ്മരിക്കണമേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ എൻ്റെ രോഗമുള്ള ഇടത്ത് നിന്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ എബ്രാഹത്തിന്റെ ഭൃത്യനെ പോലെ അങ്ങനെ ഭൃത്യനായ ഞാൻ ഉടമ്പടി ഓർത്തുകൊണ്ട് കൈവെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണമേ. രോഗികള്, അതുപോലെ തന്നെ സ്പൊണ്ടിലോസിസ് രോഗികള് കർത്താവിൻ്റെ നാമത്തിൽ കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികള്, പ്രഷർ കുറഞ്ഞവരും കൂടിയവരും കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിലെ കൈവെക്കുക. ഹൃദയരോഗികൾ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവർ, അജിയോപ്ലാസ്റ്റ് കഴിഞ്ഞവർ, അജിയോഗ്രാം കഴിഞ്ഞവരൊക്കെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ വലത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. നടുവേദനക്കാർ നടുവിലും, കിഡ്നി രോഗികളും നടുവിലും കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈ ഈ നിമിഷം നിൻ്റെ കൈ ആവട്ടെ. ഈ കൈവെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്തതോ ചെയ്യാൻ പോകുന്ന ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് അമ്മ മാതാവിന് മധ്യസ്ഥതയിലെ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്ന ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈവെപ്പ് പ്രാർത്ഥനയാണ്. രണ്ട് കൈകളും വെക്കും. നമ്മൾ അച്ഛനിങ്ങനെ വെക്കണ പോലെ സ്വസ്ഥികയായിട്ട് വെക്കും കൈകൾ. വാതരോഗികളെ കൈകളെ സ്വസ്ഥതയായി വെക്കുക. വാതരോഗികളെ കൈകൾ ശരീരമാസകലം പൊതിഞ്ഞുകൊണ്ട രോഗങ്ങളാണത്. അതുകൊണ്ടാണ് സ്വസ്ഥികയായിട്ട് നമ്മൾ കൈവെക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ. വാതരോഗികൾ എവിടെയായിരുന്നാലും ഈ ധ്യാനം ലൈവായി കേൾക്കുന്നവരും കാണുന്നവരൊക്കെ കയ്യപ്പ് പ്രാർത്ഥനയുടെ ഈ സമയത്ത് ആൾത്താറിൽ നടക്കുന്ന ആരാധനയോട് ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയും ശ്രദ്ധിച്ചുകൊണ്ടും പങ്കെടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ ശരീരത്തിലെ നുളുമ്പ് രോഗങ്ങൾ, അതായത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുമോ, പിന്നെ വിസർപ്പ രോഗങ്ങൾ, അതെല്ലാം സ്വസ്തികയായി കൈവെക്കേണ്ടതാണ്. ശരീരമാസകരമുള്ള രോഗങ്ങൾക്കാണ് സ്വസ്തികയായി കൈവെക്കുന്നത്. വാതരോഗങ്ങൾ, തലയിലെ താരൻ രോഗങ്ങൾ, തൊലി പൊളിഞ്ഞു വരുന്ന രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit. I command you in the name of Jesus Christ to be healed.
തുല്യം ചെയ്യാൻ യേശുവേ തുല്യം ജീവനേ സ്വന്തമേ ജീവനേ പതിരയിലിറങ്ങുന്ന വേരുകൾ ഒരു മാരക രോഗമാണ്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഇടത് കക്ഷത്തെ കുരുക്കൾ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന പാങ്ക്രിയാസിൻ്റെ രോഗികളെ സുഖപ്പെടുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നാളെ അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോഴേ അടിവയറ്റ് കൈവെക്കേണ്ട സമയമാണ്. രക്തസ്രാവ രോഗികൾ ഇപ്പോൾ അടിവയറ്റ് കൈവെക്കുക. അതിന് നാണവും മാണവും നോക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്ന് ഓർത്താൽ മതി. പിസ്തുല രോഗികൾ അടിവയറ്റ് കൈവെക്കുക. ഫിഷ രോഗികൾ അടിവയറ്റ് കൈവെക്കുക. മക്കൾ ഇല്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, വേര് വളരുന്നവർ, മുഴയുള്ളവർ, അണ്ടാശയത്തിന് സിസ്റ്റുള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കുക. പിസിഒഡി രോഗികൾ അടിവയറ്റ് കൈവെക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit, touch your fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. I sign with the sign of cross so that you never again suffering from the same disease. തുല്യം ചെയ്യാം. തുല്യം ചെയ്യാൻ യേശുക്രിസ്തുവിനുമായ നാമത്തിൽ വെള്ളപ്പൊക്ക രോഗങ്ങൾ, വൈറ്റ് ഡിസ്ചാർജ് രോഗങ്ങൾ, എല്ലാ സ്രാവരോഗങ്ങളും യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ജീവനേ തുല്യം ചെയ്യാൻ തൊണ്ടയിൽ 7 സെൻറ്റിമീറ്ററോളം, തൊണ്ടയിൽ 7 സെൻറ്റിമീറ്ററോളം അകത്തോ പുറത്തോ തൊലി ഇങ്ങനെ ഞെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മരവിച്ച് പോയി കാണും കുറച്ച് തൊലികൾ. ചില തൊലികൾ ഡെഡ് ബോഡീസായി, ചത്തുപോയ കോശങ്ങളായി. അപ്പം അങ്ങനെ ഉള്ള ഇങ്ങനെ പലതരത്തിലിങ്ങനെ മുഴച്ചും കഴമുഴയായിട്ടിരിക്കുന്ന ഒരവസ്ഥ, കുഞ്ഞു കുഞ്ഞു കഴമുഴകളുള്ള തൊണ്ടരോഗത്തെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ലോകം മുഴുവനും ഇപ്പോഴത്തെ ലൈവായി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കുക. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ, 50 കൊല്ലമായി ഭാഗോടമ്പടി നടക്കാത്ത ഒരു സ്ഥലം ഉടമ്പടി ചെയ്തപ്പോൾ ഭാഗോടമ്പടി നടന്നു. അപ്പം നിങ്ങൾ ഓർക്കും 2.5 സെൻറ്റല്ലേ കിട്ടിയത്. പക്ഷേ 2.5 സെൻറ്റ് കിട്ടിയത് എവിടെയാണ്? മഹാനഗരത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കോടികളുടെ ആസ്തിയാണത് ശരിക്കും.
അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ ഭാഗോടമ്പടി കുരുക്ക് പിടിച്ച പ്രശ്നങ്ങളെല്ലാം. റവന്യൂ സൊല്യൂഷൻസ് എന്നാണ് അച്ഛൻ ഇതിനെ വിളിക്കുന്നത്. കാര്യം എത്ര കുടുംബങ്ങളാണെന്നറിയാം റവന്യൂ സൊല്യൂഷൻ ഇല്ലാതെ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി കഴിയും ഇങ്ങനെ കിടന്ന് കളിക്കും. ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ മറ്റുള്ള ചട്ടാനിയന്മാരുടെ കാര്യങ്ങൾ നടക്കരുതെന്നുള്ള ദുഷ്ടബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഒപ്പിട്ട് തരാത്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുരുക്ക് പിടിച്ച കാര്യങ്ങൾ അമ്മ ചവിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഹണി സൈമൺ എന്നാ സാക്ഷ്യം പറഞ്ഞവർ, അവർക്കെതിരെ ഒരു മീഡിയ പ്രവർത്തിക്കുന്നു. അവരുടെ ഓഫീസിൽ തന്നെ അവരുടെ ഫേമിൽ തന്നെ ചാടിപ്പോയവൻ വേറൊരു മീഡിയയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ശത്രുവിന് വേണ്ടി ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നു. ആ സാക്ഷ്യം കേട്ടപ്പോഴെന്ത് പറ്റി? കാര്യം ഞാൻ ഓർത്ത ഉൽപ്പത്തി പുസ്തകമാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗം ആദ്യം ദൈവം കൊടുത്ത പാമ്പിൻ്റെ ചവിട്ടിനെ തലയ്ക്ക് ചവിട്ടാൻ വേണ്ടിയാണ്. അപ്പം നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ശത്രു തലക്കമ്മ ചവിട്ടിയിരിക്കും. കാര്യം എന്താണ്? അവൻ പാമ്പാണ്. പാമ്പ് വാ പൊളിക്കണ എന്തിനു വേണ്ടിയാണ്? ഒന്നെങ്കിൽ ഇര വിഴുങ്ങാൻ, അല്ലെങ്കിൽ വിഷം കയറ്റാൻ. നിൻ്റെ ശത്രു അതാണ് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ റിലീവ്ഡ് ആവും. അതുപോലെ നിൻ്റെ വഴി നടത്താത്തവരെ, ഉടമ്പടി ഭാഗോടമ്പടി നടത്താത്തവർ, സ്ഥലം വിട്ട് തരാത്തവരെ, നിൻ്റെ എല്ലാ നന്മകളെയും തടയുന്ന പൈശാചി ശക്തികൾ, അതുപോലെ കാലതാമസം വരുന്ന എൻ്റെ ജോലികൾ, ഒരാളെ അവിടെ നിന്ന് ആ ജോലി മാത്രം നിനക്ക് പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളെ മാറ്റിയിട്ട് അയാൾക്ക് അതിനേക്കാൾ നല്ല ജോലി അയാൾക്ക് പറ്റുന്ന കൊടുത്തിട്ട് നിന്നെ അവിടെ പ്ലേസ് ചെയ്യണ സാക്ഷി എന്ന് വായിച്ചതാണ് അല്ലേ? ഇതാണ് അമ്മയുടെ ഒരു ഉടമ്പടി റേഞ്ച് എന്ന് പറയണത്. അപ്പോൾ അമ്മ പ്രത്യക്ഷയോടെ വിശുദ്ധമായ മണ്ണ് നിൽക്കുമ്പോൾ നിൻ്റെ ഈ വിശ്വാസം പോരാ. പ്രാർത്ഥിക്കുക, കർത്താവേ ഇവിടെ നിൽക്കാനുള്ള വലിയ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ, ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ദുരിതങ്ങൾ, എൻ്റെ വിദേശ ജോലികൾ, അതിൻ്റെ സാങ്കേതിക ദുരിതങ്ങൾ, രേഖാപരമായ തടസ്സങ്ങൾ, എല്ലാ തരത്തിലുള്ള രേഖാമൂലമായ സാങ്കേതിക തടസ്സങ്ങൾ, എൻ്റെ പരീക്ഷകൾ, എൻ്റെ നൈപുണ്യ പരീക്ഷകൾ, എൻ്റെ മത്സര പരീക്ഷകൾ, എല്ലാ പരീക്ഷകളുടെ മേലും കർത്താവിൻ്റെ ശക്തി കൊടുക്കട്ടെ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, യെശയ്യാ 53:13 കർത്താവാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നത്, അവർക്ക് ശ്രേയസാർജിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കടങ്ങള്, ദുരിതങ്ങള്, കടങ്ങള്, കർത്താവെ രേഖയില്ല കടങ്ങള്, സാമ്പത്തിക കുരുക്കള് അങ്ങ് സ്പർശിക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ വീശിപ്പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സമാപനാശീർവാദം നേർച്ച വസ്തുക്കൾ എടുക്കുക. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാൻ നിനക്ക് തരാം. നീ മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് ഓർത്താൽ മതി. സമാപനാശീർവാദത്തിന് മുമ്പ് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സമയം തരുവേ. ഇപ്പോഴെന്നെ ശ്രമിക്കുന്നവർ അവരുടെ ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് യൂട്യൂബിൽ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേരെ സമർപ്പിക്കാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവരെ അവർക്ക് ഡെലിവറൻസ് ഡേറ്റ് എന്നുവെച്ചാൽ അവർക്ക് വിടുതൽ പ്രാപിക്കേണ്ട ഡേറ്റുകൾ, ചിലപ്പോൾ പ്രമാണം നടക്കേണ്ട ഡേറ്റ് ആകാം, അല്ലെങ്കിൽ പ്രസവ ഡേറ്റ് ആകാം, കോടതിയുടെ വിധി ന്യായത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഡേറ്റ് ആകാം, അല്ലെങ്കിൽ വസ്തു ലേലത്തിൻ്റെ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആകാം, PR-ൻ്റെ ഡേറ്റ് ആകാം, എംബസി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആകാം, അല്ലെങ്കിൽ വസ്തു അളവിൻ്റെയോ ഡേറ്റ് ആകാം. എന്ത് ഡേറ്റ് വേണമെങ്കിലും നിനക്കിപ്പോൾ പരിശുദ്ധ എന്ന് നീ പറയണം. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ വഴി സമയമാതാവേ, മാതാവിന് എൻ്റെ ജീവിതത്തിൻ്റെ സമയം സമർപ്പിക്കുന്നുവെന്ന് പറയണം. പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട ഈ സമയം
പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് നീ പറയണം. ഇവിടെ നിൽക്കുന്ന ആൾക്കും പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രധാനപ്പെട്ട സങ്കടം പിടിച്ച കാശ് വാങ്ങിച്ചവർ തരാമെന്ന് പറഞ്ഞ ഡേറ്റുകൾ, കടക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകൾ ഒക്കെ നീ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി പറയണം. അമ്മേ, കൃപാസന അമ്മേ, എൻ്റെ ഈ ഡേറ്റിൽ അമ്മ ഇടപെടാൻ വേണ്ടി ഈ സമയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക. അമ്മേ, ഞാൻ മനസ്സിലോർത്ത ഈ തീയതിയും സമയവും ആ സമയത്ത് അമ്മ ഇടപെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ പ്രത്യേക സമയത്തെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. നേർച്ച പുസ്തകം ആശീർവദിക്കുന്ന സമയമാണ്. എല്ലാം നേർച്ച പുസ്തകം എടുക്കുക. 1-2 അറിയിപ്പുകൾ അച്ഛൻ പറയും, ബാക്കിയുള്ളത് ബ്രദേഴ്സ് പറയും. അച്ഛൻ അറിയിപ്പുകൾ ഇതാണ്. 26-ാം തീയതിയാണ് നമ്മളുടെ ജപമാല റാലി. 5 ലക്ഷം ജപമാല നമ്മൾ പ്രാർത്ഥിക്കുന്ന ശക്തിയുടെ ദിവസമാണ്. 7 മണിക്ക് തന്നെ നമ്മൾ ജപമാല ആരംഭിക്കും. 2:30 മണിക്ക് അർത്തിങ്കപ്പള്ളിയിൽ എത്തിച്ചേരും. ഉടനെ കുർബാനയാണ്. ഈ പ്രാർത്ഥന ഇപ്പം തന്നെ നിങ്ങൾ ഈ ഉടമ്പടി വെച്ച വിഷയങ്ങൾ 26-ാം തീയതിയിലേക്കും വെക്കണം. കൃപാസനം കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റിൻ്റെ ഓൺലൈൻ പ്രയറിൻ്റെ മുഴുവൻ ആസ്തികൾ ഈ കോടിക്കണക്കിന് ജപമാലയാണ്. എല്ലാ ഭൂഘടകയിൽ നിന്നുള്ള ആൾക്കാരെ കൃപാസനം മാതാവ്, പ്രത്യക്ഷ മാതാവിനെ അവരുടെ ജീവിത കണ്ണുനീര് പ്രാർത്ഥനയാക്കുന്നില്ലേ? അതവർക്കെല്ലാം പെട്ടെന്ന് അനുഗ്രഹം കിട്ടണത് എന്താ? 2001 മുതലാണ് കൃപാസന റാലി തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ 1 കോടിക്കണക്കിന് ജപമാല മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈടുവെപ്പിൽ നിന്നാണ് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു വിഷയം ഉണ്ടായി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ നിങ്ങൾ ഓൺലൈനിൽ തിരികെത്തിക്കാൻ നോക്കണം. ഇപ്പോൾ ഒരു ഉടമ്പടി 6 കാര്യം നമ്മൾ വെച്ചു. പെട്ടെന്ന് എമർജൻസി ആയിട്ട് വേറൊരു കാര്യം അടുത്ത ആഴ്ച ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വിഷയം എന്താ? ഉടമ്പടി പുതുക്കണമെങ്കിൽ 2 മാസം കഴിയണ്ടേ? അപ്പോൾ ഉടനെ ഓൺലൈനിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം. 6ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് വരെ കമ്പ്യൂട്ടർ അറിയാം. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് പ്രമാണി ഇതിൻ്റെ അകത്ത് തിരികെ എത്തിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പം പത്രത്തിൽ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് പ്രശ്നമില്ല. കാര്യം നമ്മൾ നിരന്തരം കൃപാസനത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയണം, കൃപാസനത്തിൽ നടന്ന കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തിയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനയും ഈ മാസം നടന്ന്, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവകാശമല്ല ഇവിടുത്തെ ആരാധനയില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഉടമ്പടി ചെയ്താണ് തീർച്ചയായിട്ടും ഇവിടുത്തെ അവകാശമാണ് നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ട് ഈ മാസം നടക്കണം മുഴുവനും ആരാധനയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ യോഗ്യതയിൽ, അതിൻ്റെ മെറിറ്റിൽ, അതിൻ്റെ ആശ്രയത്തിൽ ഞാൻ എൻ്റെ ആവശ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ ചെയ്യണം. അല്ലാതെ പിള്ളേർ മൊബൈലിൽ കളിക്കണ പോലെ കളിക്കരുത്. അപ്പോൾ പണി തിരിച്ച് കിട്ടും. അതൊരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് അമ്മമാതാ തിരികെത്തിരിക്കുമ്പോൾ വളരെ പറ്റുമെങ്കിൽ ഒരു മനസ്താപ്രകടനവും ഒരു വിശ്വാസപ്രകടനവും. എപ്പോഴും ദൈവത്തിൻ്റെ പ്രൈമറി എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഒരു ആപ്പിറ്റൈസർ കഴിക്കും, അല്ലേ? ഒരു ജ്യൂസ് കഴിക്കും. ചിലർ അടിയന്തരത്തൊക്കെ പോകുമ്പോഴുള്ള കാര്യമാണ്, വീട്ടിലുള്ള കാര്യം പറഞ്ഞതല്ല. അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ പ്രെയർ ചെയ്യുന്ന മുമ്പ് ആദ്യം ഒരു മനസ്താപ്രകടനം ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? ഒരു വിശ്വാസപ്രകടനം ചെയ്യും. എന്നിട്ട് വേണം ഓൺലൈനിലേക്ക് തിരികെത്തിക്കാൻ വേണ്ടിയത്. ശ്രദ്ധിച്ചാൽ മതി മക്കളെ. നല്ല നിങ്ങളുടെ ഞാൻ നോക്കണത് എങ്ങനെയാണെന്നറിയാമോ? അനുഗ്രഹത്തിനൊരു പഞ്ഞവുമില്ല. ഞാൻ അതിന് ആർജിച്ചെടുക്കാനുള്ള നിങ്ങളുടെ ആത്മീയ കഴിവുകളെയാണ് അച്ഛൻ എപ്പോഴും വചനം തന്നും പ്രാർത്ഥന തന്നും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി മക്കളെ. പിന്നെ 2ാമത്തെ അറിയിപ്പ്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു മാസം ഒരു പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ നിങ്ങൾ ബൈ പേഴ്സൺ വ്യക്തിപരമായിട്ട് വരേണ്ടത്. ബാക്കി 6 പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 2 ഷാരോൺ ടി വിയിലും ഡിവൈൻ ടി വിയിലുമാണ് കൂടേണ്ടത്. ബാക്കി 3 ഫേസ്ബുക്കിൽ
അവന് യൂട്യൂബിലുമാണ് കൂടേണ്ടത്. ഇനി ടെലിവിഷനിൽ നമുക്ക് കൂടാൻ പറ്റുന്നില്ലെങ്കിൽ മൊബൈലിൽ കൂടാൻ പറ്റും. മൊബൈലിൽ കൂടാൻ പറ്റുന്നില്ലെങ്കിൽ ടെലിവിഷനിൽ കൂടാൻ പറ്റും. പ്രാർത്ഥന മുടങ്ങരുത്. കാരണം നമ്മൾക്ക് പറ്റുന്ന വചനം, ഉടമ്പടി വചനങ്ങളെല്ലാം ഇവിടുന്നല്ലേ ദൈവം തരത്തുള്ളൂ, വേറെ കിട്ടത്തില്ലല്ല. ഉടമ്പടി വചനങ്ങളും ഉടമ്പടി ജീവിത ശൈലിയാണ്. ഒരു മരിയൻ സ്വഭാവം, മരിയൻ സ്വത്വം, മരിയൻ സ്വഭാവം, മരിയൻ സംസ്കാരം, മരിയൻ സമ്പ്രദായം, ഇങ്ങനെ കുറേ ജീവിത പ്രശ്നങ്ങളെ മരിയൻ ആത്മീയത കൊണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു മരിയൻ സാക്ഷീകരണ ജീവിതമാണ് അമ്മയിലൂടെ ഈശോയിലേക്കെന്നുള്ള വലിയ കാഴ്ചപ്പാട് കൂടിയാണ് മരിയൻ ഉടമ്പടി ആയുധങ്ങൾ ചെയ്ത് പുരോഗമിക്കുന്നത്. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട് ഇവിടെ. ഇന്ന് ഉടമ്പടി പ്രാർത്ഥന നടക്കും. അതിർത്തി ജില്ലകളിലുള്ളവർക്കാണ് ഉടമ്പടി പ്രാർത്ഥന നടക്കുന്നത്. കേരളത്തിൻ്റെ അതിർത്തി ജില്ലകൾക്കും കേരളപ്പുറത്തുള്ളവർക്കൊക്കെ ഇന്ന് ഉടമ്പടി പ്രാർത്ഥന നടക്കും. എല്ലാ ഞായറാഴ്ചയും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് എല്ലാ ഞായറാഴ്ചയും 11:30 മണി മുതൽ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി പുതുക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ എൻ്റെ മക്കൾ ഇപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പുതിയ ആൾക്കാർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വണ്ടി ലീഡേഴ്സ് അവരെ കൂടി ചേർത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാനോ ഉടമ്പടി ചെയ്യാനോ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് താല്പര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂടി ചേർന്ന് വാഹന ക്രമീകരണം നടത്തി പെട്ടെന്ന് വന്ന് ചെയ്ത് പെട്ടെന്ന് പോകാവുന്നതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി 3 മാസം 90 ദിവസമാണ് അതിൻ്റെ ഒരു ദിവസം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പുതുക്കിയാൽ മതി, അല്ല ജീവിതകാലം മുഴുവൻ പുതുക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് സീനിയോറിറ്റി കളയരുത്. പറഞ്ഞാൽ മനസ്സിലായ? ഇപ്പോൾ ഉടമ്പടി 2 ദിവസം മുടങ്ങി അല്ലെങ്കിൽ 2 മാസം മുടങ്ങിയാലും 3-ാമത്തെ മാസം കൂടി ആ ചീട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ, ആ ചീട്ടാണ് പ്രധാനപ്പെട്ടത്. ചീട്ട് സൂക്ഷിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ സീനിയോറിറ്റി പോകത്തില്ല. സീനിയോറിറ്റി പോകണം വെച്ചാൽ ഇപ്പോൾ തന്നെ പച്ച പേപ്പർ എന്ന് പറയുമ്പോൾ 1 വർഷം ആ വെച്ച 4 ഇപ്പോൾ ഉടമ്പടി തുടർന്ന് പോകണം. ആ വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തുടർന്നുകൊണ്ട് പോകാവുന്നതാണ്. അവിടെയിൽ നീല പേപ്പറുണ്ട്. എന്താണ്, 1 കൊല്ലം കഴിയുമ്പോഴാണ് നീല പേപ്പർ കിട്ടുന്നത്. ഇപ്പോഴും ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്നത് അടുത്ത മാസം മുതൽ നീല പേപ്പറും ഫില്ലാകുന്ന ആൾക്കാരുണ്ട്. വെള്ള പേപ്പറുണ്ട്, ലാസ്റ്റ് പേപ്പർ വെള്ള പേപ്പറാണ്. ഇപ്പോൾ സീനിയോറിറ്റി കളയരുത്. ചില ആൾക്കാർ ചെറിയൊരു മണ്ടത്തരം കാണിക്കും, അത് ചെയ്യരുത്. എന്താണെന്നറിയാമോ? അവർ 2 പ്രാവശ്യം മുടങ്ങി പുതിയ ഉടമ്പടി എടുക്കും. അത് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ സീനിയോറിറ്റി പോയില്ലേ. കാര്യം അച്ഛനെ കാണണമെന്ന് പറഞ്ഞ ആരും ഉടമ്പടി ചെയ്യരുത്. കാര്യം ഉടമ്പടി ഉദ്ദേശം അച്ഛനെ കാണുന്നതല്ല. പിന്നെ ബൈ ചാൻസ് ആയിട്ട് പിന്നെ എപ്പോഴും അച്ഛൻ കാണുമ്പോൾ സീരിയസ് വിഷയമാണ്, അച്ഛന് മെസ്സേജ് വേണം. ഇപ്പോൾ തന്നെ ഒരു ചേച്ചിയുടെ തലക്കഴിച്ചില്ലേ, നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തുടങ്ങണത് ഡി ആണെന്ന് പറഞ്ഞാൽ കർത്താവ് തരണമാണത്. അപ്പോൾ ദിബു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരതാ. അപ്പോൾ ഈ ചില വിഷയങ്ങൾ നിനക്കൊരു അടയാളം കിട്ടാൻ വേണ്ടിയും ചില വിഷയങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നിനക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് സ്വാഭാവികമായിട്ടും അച്ഛനെ കാണുന്നത്. അത് ഞാൻ ഒരു മാസം ഞാൻ 16 ദിവസം ആൾക്കാരെ കാണുന്നുണ്ട്. ഉടമ്പടി 3 പുതുക്കണ തൊട്ടാണ് ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നത്. ഉടമ്പടി 3 പുതുക്കണ തൊട്ട് മെസ്സേജ് കൊടുക്കാൻ തുടങ്ങും. ആവശ്യമെങ്കിൽ ചോദിച്ചാൽ പറയും, അല്ല അങ്ങോട്ട് കയറി പറയത്തില്ല. അങ്ങോട്ട് കയറി പറയണമെങ്കിൽ ഈശോ വെളിപ്പെടുത്തണം, ഇതുപോലെ വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങോട്ട് കയറി പറയും. അതെപ്പോഴും ഒരു ആവശ്യമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണാതെ ജീവിക്കുന്നതാണ് എപ്പോഴും കർത്താവിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ചിലർക്ക് ചില സമയത്ത് അടയാളം കാണിച്ചു കൊടുക്കും. കാര്യം അവൾക്ക് അട്ട കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവളെ സഹായിക്കാൻ വേണ്ടി, ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഈശോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. കാര്യം കാശ് പോകാതിരിക്കാനും വീണ്ടും സമയം കളയാതിരിക്കാനും. അപ്പോൾ ഞാനൊരാളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഏജൻറ്റ് ഫേക്കാണ്, നമ്മൾ ഇനി അവനുമായിട്ട് പോയാൽ നമ്മുടെ കാശും പോകും, നമ്മുടെ സമയവും പോകും, അതുകൊണ്ട് ആ സാധനം വിട്ടേക്കാൻ പറയും. അത് അത്രയും പക്കയായിട്ട് അത് പിന്നെ അവരോട് പറയും 1 മാസം പ്രാർത്ഥിച്ചിട്ട് വരാനൊക്കെ പറയും. വന്നു കഴിയുമ്പോൾ പറയും അത് ഫയൽ നമ്പർ തരാൻ പറയുമ്പോൾ അവർക്ക് ഫയൽ നമ്പറില്ല. കർത്താവിനോട് പറഞ്ഞ് അവരുടെ ഫയൽ നമ്പർ മേടിക്കാൻ പറഞ്ഞു. കാനഡ രജിസ്ട്രേഷൻ്റെ ഫയൽ നമ്പർ മേടിക്കാൻ പറഞ്ഞപ്പോൾ ഫയലില്ല അവർക്ക്. അവിടെ അങ്ങനെ അവർ ചെയ്തിട്ടില്ല, ഫയൽ ചെയ്തിട്ടില്ല, കാശ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ നമ്മുടെയൊക്കെയെന്ന്.
അപ്പോൾ നമുക്കത് ഫേക്കാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദുർഘടം വിഷയങ്ങൾക്കാണ് കൗൺസിലിങ്ങും മെസ്സേജും ഒക്കെ വേണ്ടി വരണത്. അപ്പോൾ 3 മാസം ഇപ്പോൾ ഇവിടുത്തെ ആൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പണ്ടൊക്കെ 2 പ്രാവശ്യം പുതുക്കിയ അതിൻ്റെ മെസ്സേജ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഒരു 4 പ്രാവശ്യം പുതുക്കിയാലേ കിട്ടത്തുള്ളൂ. കാര്യം ആളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് വേണം എന്നുള്ളവർ ഉടമ്പടി പുതുക്കുന്നത് നല്ലതാണ്. പക്ഷേ മറ്റുള്ളവർ ഉടമ്പടി ചെയ്താൽ മാത്രം മതി. 3 മാസമാണ് അതിൻ്റെ ടൈം. 90 ദിവസമല്ലേ വാഗ്ദാന പേടകത്തിൻ്റെ റെസ്റ്റിംഗ് ടൈം? 90 ദിവസമാണ് ബൈബിളിൽ. അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകമായിരുന്നതും ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ പഴയ വാഗ്ദാന പേടകം ഇരുന്നതും 90 ദിവസമാണ്. അതാണ് 90 ദിവസം എടുക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ എല്ലാ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങൾക്കും ബിബ്ലിക്കൽ കൊണോട്ടേഷൻസ് ഉണ്ട്. നിങ്ങളുടെ പച്ചത്തിരി, നിങ്ങളുടെ നീലത്തിരി എല്ലാം ഉടമ്പടി വാഗ്ദാന പേടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട കളറാണ്. അപ്പം അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ദൈവത്തോട് ചോദിക്കുന്ന ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രോഗികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ രോഗികളെന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇപ്പോൾ രോഗികളാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇന്ന് വരും. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്തറിയാമോ? രോഗികളുടെ ആനുകൂല്യത അവർ പ്രാർത്ഥിക്കാനൊന്നും വരത്തില്ല, കയ്യപ്പും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വരും. അതൊക്കെ ഒരു പണിയാണ് ശരിക്കും പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടം അറിയാഞ്ഞിട്ടാണ്. നിങ്ങളെല്ലാം തരികടയൊക്കെ ഒപ്പിക്കാൻ വേണ്ടി പോയാണ് ഇപ്പോൾ രോഗിയായിരിക്കണത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവത്തിന് വിശ്വസ്തത കാണിക്കണം. അച്ഛനിങ്ങനെ അവസരം തരണത് ഇത് കർത്താവിൻ്റെ ഒരു കരുണയുടെ സ്ഥലമാണ്. അപ്പം എനിക്കതിന് ആപതില്ലെങ്കിലും ഞാൻ ചെയ്യണത് കർത്താവിനോടുള്ള സ്നേഹത്തെ ചെയ്യണം. അപ്പം അത് നിങ്ങൾക്കും വേണം അതുപോലെ. അല്ല, രോഗികളെ ചില ആൾക്കാർ രാത്രിയാകുമ്പോൾ ഉരുട്ടിക്കൊണ്ട് വരും. അതൊക്കെ കള്ളത്തരമാണ്, ഞാൻ എടുക്കത്തില്ല. എന്താ അവർക്ക് പകൽ വന്ന നാട്ടുകാരെ കാണുമ്പോൾ അവർക്ക് ചമ്മൽ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ അവരപ്പനെയും അമ്മനെ ഉരുട്ടിക്കൊണ്ട് വരും. അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. അതൊക്കെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും, നിങ്ങൾ ഫ്രോഡാണെന്ന് തന്നെ പറയും. അപ്പനെ കൊണ്ടുവന്നൊരു പ്രാർത്ഥന കുടിക്കാൻ പറ്റത്തില്ല. ആൾക്കാരെ ഒഴിഞ്ഞപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒപ്പിച്ച് അപ്പൻ്റെ നിർബന്ധം കൊണ്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടിയിട്ട് നിങ്ങൾ അവിടെ ഓഫീസ് 8-ാം നമ്പർ ഓഫീസിൽ രോഗികൾക്കുള്ള കൂപ്പൺ കിട്ടും. ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, അവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പറ്റുമെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ഉടമ്പടി ചെയ്തു പോകണമാണ് നല്ലത്. അല്ലെങ്കിൽ മക്കളെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പെമ്മക്കൾ ഒരു വലിയ ഐശ്വര്യമാണ്. കാര്യം അപ്പനും അമ്മേനെ ഇവിടെ സുഖപ്പെടുത്തിയിരിക്കണത് ഞാൻ നോക്കിയിട്ട് സാക്ഷ്യം പറയണതിൽ ഒരു 50% പെമ്മക്കളുടെ കണ്ണുനീരാണ്. അവർ ദൈവത്തിന് വിട്ടുകൊടുക്കത്തില്ല. അവർ ദൈവം എൻ്റെ അപ്പനെ സുഖപ്പെടുത്തിയേ പറ്റൂ, എനിക്ക് വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞവർ കണ്ണീരിടും. ഈ മധ്യസ്ഥ പ്രാർത്ഥന ഭയങ്കരമാണ്. ആമ്പിള്ളേർ അത്രയും പ്രാർത്ഥിക്കണില്ല. ചില ആമ്പിള്ളേർ മാത്രമേ, ഇപ്പോൾ 50 പെമ്പിള്ളേർ പ്രാർത്ഥിച്ചാൽ ഒരു 5 ആമ്പിള്ളേർ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. അത് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ രീതി കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ചിലപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ലക്ഷ്മിയൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആശുപത്രിക്ക് വിടത്തില്ല, എൻ്റെ അമ്മയുടെ മൂത്രം മാറ്റി തന്നെ, കളറ് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് അവൾ. കാര്യം അമ്മയുടെ മൂത്രത്തിന് കളറ് ചുവപ്പ് നിറമായി, രക്തമായി. അപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഉടമ്പടി എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് കഴിഞ്ഞ് എൻ്റെ ആശുപത്രി പോകത്തില്ല, അമ്മ പോയി മൂത്രം ഒഴിക്ക്. ഇപ്പം അമ്മ ഇടപെടും. അമ്മ പോയി മൂത്രം ഒഴിക്കുക, അമ്മയുടെ കൂടെ ബാത്റൂമിൽ ഇവിടെയും കയറും. അപ്പോൾ ആ ബ്ലഡിൽ മൂത്രം അവൾ കാണും, മഴവെള്ളം പോലെ തെളിഞ്ഞു വരുന്നത്. അതാണ് സാക്ഷ്യം. അതാ നിങ്ങൾ അടുത്ത കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേയിലെ സാക്ഷ്യത്തിൽ കിടപ്പുണ്ടത്. സൂപ്പർ. അതാണ് വിശ്വാസിയോട് ദൈവം ഒരിക്കലും, വിശ്വാസി അല്ലാത്ത കൊണ്ടാണ് ഈ പ്രശ്നം വരണത്. വിശ്വാസിയോട് ദൈവത്തിൻ്റെ കാരുണ്യം കാണിക്കും. അതാണ് അച്ഛൻ കാണിക്കണ കാർക്കശ്യം. അല്ല, ഞാനൊരു ബേസിക്കായിട്ട് നല്ല മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ എന്നെക്കുറിച്ച് പൊക്കി പറയുകയല്ല, ആരോടും ദേഷ്യമുള്ള ആളല്ല. പരമാവധി ആൾക്കാർക്ക് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ 30 കൊല്ലമായിട്ട് ഇതിൻ്റെ പേര് കൂടെ ഇരിക്കണേ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും. പക്ഷെ നിങ്ങൾ ഫ്രോഡ് കാണിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ. എങ്ങനെ ഒരു സ്വർഗസ്ഥനായ പിതാവ് കുറച്ച് ചെല്ലാവുന്നതാണ് നിങ്ങളെ കണക്ക് പറയണത്. പള്ളിയിൽ പോയി പെരുന്നാളിന് പള്ളിയിൽ പോയി അവിടെ ഒരു കൊന്തയില്ലെങ്കിൽ ഉടനെ പറയും, ഞാൻ പള്ളിക്ക് ചെന്നിട്ടുണ്ട്, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ടെന്ന് പറയും. അതാണ് ഞാൻ ഫ്രോഡെന്ന് പറഞ്ഞത്. കാര്യം കർത്താവിനെ നന്മ നിറഞ്ഞവരത്തിൻ്റെ കണക്ക് നമ്പർ വെച്ച് കർത്താവുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ് ശരിയാകണത്? അതാണ് അച്ഛൻ ചൂടാകണത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക.
ചീട്ട് ആവശ്യമുള്ളവർ അവിടെ നിന്ന് പോയി രോഗികൾ മേടിക്കുക. അകലെ അതിർത്തി ജില്ലകളുള്ളവർ നിങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട്. പിന്നെ ഈ ഫോറിലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, അവർ ആ ചീട്ട് അവർ ഒരു കൊല്ലത്തേക്കാണ് വാങ്ങിക്കണത്. അത് ചില ആൾക്കാർ ഇവിടുന്ന് ഉടനെ അച്ഛനെ കാണാൻ വേണ്ടി ആ ചീട്ട് പിടിച്ചു വരും. നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവത്തോടാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഇവിടുത്തെ കൗൺസിലേഴ്സ് അതുമേ പോറി കാണണം. കാര്യം നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഉടമ്പടി പൂർത്തീകരിക്കുമ്പോൾ ഉടമ്പടി പുതുക്കി തരും. ആ മഞ്ഞക്കാർഡായാലും അന്യജില്ലകളിലുള്ളവർക്ക് എങ്ങനെയാണ്, അവർക്ക് എല്ലാ മാസവും വരണ്ട. ഇപ്പം തമിഴ്നാട്ടുകാരും ഹൈദരാബാദിലുള്ളവരും ഗുജറാത്തിലുള്ളവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 3 മാസത്തിൽ ഒരു പ്രാവശ്യം വന്നാൽ മതി. ഇപ്പോൾ 3 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം വരുമ്പോൾ അത് പുതുക്കി കൊടുക്കും അവർക്ക്. ആ പുതുക്കിയതും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരാം. പുതുക്കാത്ത കാർഡ് കാണുമ്പോൾ എനിക്ക് വിറയും. കാര്യം പുതുക്കണമെന്ന് വെച്ചാൽ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കുമ്പോൾ മാത്രമേ ഉടമ്പടി പൂർത്തിയാകത്തുള്ളൂ. ഉടമ്പടി ചെയ്തവരെന്തിനാണ് വരണത്? പൂർത്തിയായിട്ടാണ്. ഒത്തിരി പേരുടെ ഇടുക്കിക്കാടൊക്കെ കാശ് ഒത്തിരി പോകുന്നുണ്ട്. വെറുതെ ഉടമ്പടി ചെയ്തേച്ച് ഓടി തൈക്കാട്ടുശ്ശേരി വരും. തൈക്കാട്ടുശ്ശേരിയല്ല, അമേരിക്ക വന്നാലും ഉടമ്പടി പ്രകാരമേ കാര്യങ്ങൾ പോകത്തുള്ളൂ. അത് കറക്റ്റായിട്ട് പറയുകയാണ്. നേരത്തെ സുജത്തിൽ പഠിച്ചേ വിശ്വാസപ്രമാണം ചൊല്ലേ. Lord Jesus Christ, pour out His Spirit, a fire finger, song with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the merited summer Holy Priesthood, I bless and hallow the cervix, those who may have grace and peace and power. ചിലർ ഉടമ്പടി പുതുക്കാതെ ഉടമ്പടി പേപ്പർ കാണിച്ച് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉടമ്പടി നേർച്ച വസ്തുക്കൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കാത്തവർക്ക് അപ്പം പിന്നെ ഉടമ്പടി നിലനിൽക്കുന്നില്ല. ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ അടുത്ത പ്രാവശ്യത്തേക്ക് ഉടമ്പടി നിലനിൽക്കണില്ല. അപ്പോൾ ഉടമ്പടി സ്റ്റോപ്പ് ചെയ്തെങ്കിൽ പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിൻ്റെ ആവശ്യം അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല, വാങ്ങിക്കേണ്ട കാര്യവുമില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളുള്ളത് ഉടമ്പടി നിലനിൽക്കുന്നവർക്കാണ്. വീണ്ടും നേർച്ച വസ്തു പിടിച്ചുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിൻ്റെ കൈപ്പേറിയ ജീവിത അവസ്ഥകൾ, നിൻ്റെ ദുരിതാവസ്ഥകൾ, നിൻ്റെ കടഭാരങ്ങൾ, നിൻ്റെ ജീവിത സങ്കടങ്ങൾ, നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ, ഉടമ്പടിയിൽ നീ വെച്ച നിയോഗങ്ങൾ എല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിത സഹനങ്ങളെയും ദുരിതങ്ങളെയും സാമ്പത്തിക കുരുക്കുകളെയും കടഭാരങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ